അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കൾ, മഹാപരിശുദ്ധനായ ഈ വർഷത്തെ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ അത് ഇവിടെ ആയിരിക്കാൻ, നിങ്ങളോടുകൂടെ ആയിരിക്കാൻ ദൈവം ക്രമീകരിച്ചു. ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. നാട്ടിൽ നിന്ന് പുറപ്പെട്ടത് 1-ാം തീയതി ഞായറാഴ്ച അസ്തമിച്ച് തിങ്കളാഴ്ച വെളുപ്പിനാണ്. ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് മഞ്ഞിനിക്കര പോയി പരിശുദ്ധന്റെ കഥകളിൽ പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിച്ചാണ് പുറപ്പെട്ടത്. വളരെ വിനയത്തോടെ വീണ്ടും കണ്ടിട്ട് നടത്തപ്പെടും. വ്യാഴാഴ്ച രാത്രി ഈ കഴിഞ്ഞ ദിവസം നാടൻ ഭാഷയിൽ പറഞ്ഞാൽ മിനിഞ്ഞാണ് അസുഖം വർദ്ധിച്ചപ്പോൾ മടങ്ങി പോകുവാൻ തക്കവണ്ണം രാത്രിയിൽ തീരുമാനമെടുത്തു. മുറി പോകുന്ന പല പ്രാവശ്യം പുറത്തു വന്നു. പക്ഷേ കുഞ്ഞുങ്ങൾ രണ്ടുപേരും ഗിരീഷച്ചനും ഷാനു ശമാശനും ഉറങ്ങുകയാണ്. വീണ്ടും പുറകോട്ട് പോയി. അങ്ങനെ 3 പ്രാവശ്യം വന്നു. തലകയിട്ട തട്ടിൻ പുറത്തുകൂടെ നടക്കുമ്പോൾ കുഞ്ഞുങ്ങൾ എഴുന്നേൽക്കുമെന്ന് ധരിച്ചു. ഏതായാലും പോകുന്നില്ല എന്ന് വീണ്ടും തീരുമാനിച്ചു. അങ്ങനെയാണ് വളരെ അസുഖമായിട്ട് ഇന്നിവിടെ വന്നിരിക്കുന്നത്. ഇത് എത്ര പേർക്ക് മനസ്സിലാകുമെന്ന് അറിയില്ല. ഞാൻ കഴിക്കുന്ന മെഡിസിൻ ഡോക്ടേഴ്സോ ആ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്നവരോ പരിശോധിക്കാൻ അവർക്ക് മനസ്സിലാകും. ഇത് ഇത്രയും സമയം സംസാരിച്ചപ്പോൾ ഇനി അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷെ നാളെ ദൈവം എന്നെ അനുഗ്രഹിക്കും എന്നെനിക്ക് ഉറപ്പാണ്. പക്ഷെ ഞാനത് ശരിയായി തീരാൻ പാടില്ലല്ലോ. അതുകൊണ്ട് വളരെ ചുരുക്കം വാക്കുകളെ ഓർമ്മപ്പെടുത്തുന്നു. ഈ മുറികളിന്റെ അർത്ഥം എന്താണ്? പള്ളിയിൽ നിന്നും മറ്റു പള്ളികളിൽ നിന്നെല്ലാം തീർത്ഥയാത്ര വന്ന് എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഇന്ത്യക്ക് കേരളത്തിനുള്ളിൽ ഇപ്പോൾ ബോംബെയിലാണ് ഏറ്റവും വലിയ തീർത്ഥയാത്ര നടക്കുന്നത്. എന്നാൽ ഈ വർഷം കൊണ്ട് അത് ഡൽഹിയിലേതായി തീരാൻ എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. അവരാവശ്യപ്പെട്ടതനുസരിച്ച് ഡൽഹിയിൽ പരിസരത്തുമുള്ള പള്ളികൾക്ക് ഞാൻ കൽപ്പന കൊടുത്തിട്ടുണ്ട്. എന്താണ് ഇതിന്റെ അർത്ഥം? വേദപുസ്തകത്തിൽ കാണാത്ത ഒരു കാര്യവും യാക്കോബായ സുറിയാനി സഭ പഠിപ്പിക്കുന്നില്ല, അംഗീകരിക്കുന്നുമില്ല. എന്നാൽ വേദപുസ്തകം അടിസ്ഥാനമല്ല, യേശുക്രിസ്തുവാണ് അടിസ്ഥാനം. വേദപുസ്തകം അടിസ്ഥാനമാണെന്ന് പഠിപ്പിക്കുന്നത് വേദവിപരീതമാണ്. യേശുക്രിസ്തു മൂലക്കൽ അടിസ്ഥാനമാണ്. അതാണ് എഫേസ്യ ലേഖനത്തിൽ പഠിപ്പിക്കുന്നത്. എല്ലാ പിതാക്കന്മാരും ഇതാണ് പഠിപ്പിച്ചത്. അപ്പോൾ വേദപുസ്തകം എടുത്ത് പരിശോധിച്ചാൽ ഇഷ്ടം പോലെ കാണാം. വെളിപാട് പുസ്തകത്തിലാണ് ഏറ്റവും കൂടുതൽ പെരുന്നാളുകളുടെ പരമ്പര രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആ പുസ്തകമാണ് ഏറ്റവും കൂടുതൽ ദുർവ്യാഖ്യാനം ചെയ്യുന്നത്. സഭകളാരും ദുർവ്യാഖ്യാനം ചെയ്യുന്നില്ല, സമൂഹങ്ങളാണ് ദുർവ്യാഖ്യാനം ചെയ്യുന്നത്. സമൂഹവും സഭയുമായിട്ടുള്ള വ്യത്യാസം, സമൂഹത്തിന് പൗരോഹിത്യമില്ല, സഭയ്ക്ക് പൗരോഹിത്യമുണ്ട്. എല്ലാ സഭകൾക്കും പൗരോഹിത്യമുണ്ട്. ഇപ്പോൾ പല ആളുകൾ കുപ്പായത്തിന്റെ കൈയുടെ അർത്ഥം കൂട്ടുകയും പിന്നെ റബ്ബർ എന്നൊക്കെ വയ്ക്കുകയൊക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ആളുകളെ ആകർഷിക്കാൻ വേണ്ടിയാണ്. എന്റെ വിഷയം അതല്ല. ഞാനിപ്പോ ആ കാര്യത്തിലേക്കൊന്നും കടക്കുന്നില്ല. നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഞാൻ നിങ്ങളും ഇവിടെ വന്നിരിക്കുന്നത് എന്താണ്? അപ്പന്റെ ഛായ മക്കൾക്കുണ്ടാകും. ഈ ന്യൂയോർക്കില് 1992 തോന്നുന്നു
അന്ന് ജോയി ശർമാച്ചിന്റെ വീട്ടിൽ ഒരു പ്രാർത്ഥനായോഗം നടക്കുകയാണ്. ഞാൻ വന്നിട്ടുണ്ട് പറഞ്ഞ് കാരണവന്മാരുടെ പ്രായമുള്ളവർ ഒത്തിരി പേര് അവിടെ കൂടി വന്നിട്ടുണ്ട്. ഞാൻ വന്നു ഇറങ്ങി പ്രാർത്ഥനായോഗം നടക്കുന്ന മേളില് ആ വലിയ മുറിയിലേക്ക് വന്നു. പ്രായമുള്ളവരെല്ലാവരും കൂടെ എന്നെ ഇങ്ങനെ വളർന്നു കാണാനുള്ള കുട്ടികൾ എനിക്കതിനേക്കാൾ ഇഷ്ടം. അപ്പോൾ അവിടെ ഒരാള് ഒരു സ്ത്രീ ഒരു കുഞ്ഞിനെ ഇങ്ങനെ ബലം പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുക. ആ സ്ത്രീയുടെ ഒരു ബേബി എന്നാണ്. അവരുടെ ഭർത്താവ് ദാസൻ കുഞ്ഞാണ്. അവരുടെ വീട് ഊരമനിയും അവരുടെ വീട് കീടിലെത്തുമാണ്. ഇവർക്ക് സ്വിറ്റ്സർലൻഡിൽ വെച്ച് ഒരു 2 ഇരട്ട കുഞ്ഞുങ്ങളുണ്ടായ. ഈ കുഞ്ഞുങ്ങൾ ഞാൻ അതിന് മുമ്പ് ന്യൂയോർക്കിൽ വെച്ച് കാണുമ്പോൾ മലയാളം പ്രാർത്ഥന ചൊല്ലി കേൾപ്പിച്ചു. അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങളെ ഒരിക്കലും മറക്കാതെ എനിക്ക് കാണണമെന്ന് വിളിച്ചു പറഞ്ഞു. 2 പേരും കുഞ്ഞുങ്ങളെ കൊണ്ട് ഇരട്ടകളെ കൊണ്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഒരുത്തൻ ബേസ്മെന്റിൽ കളിക്കാൻ പോയി. ഈ പെരുന്നാൾ നടത്തുന്നതിന്റെ അർത്ഥമായി പറഞ്ഞു വരുന്നത്. ഞാൻ വന്ന് ഇറങ്ങിയതോടുകൂടെ ദാസൻ കുഞ്ഞ് അടുത്തയാളെ പിടിക്കാനായിട്ട് പോയി താഴ്ത്തുന്നു. അപ്പോഴേക്കും പ്രായമുള്ളവർ പതുക്കെ ഒന്ന് മാറി. അപ്പൊ ഞാൻ കൈ കൊണ്ട് കാണിച്ചു, ബേബി കുഞ്ഞിനെ കൊണ്ട് കൊടുക്കാം. ഇതാണോ മൂത്തത് മറ്റതാണോ മൂത്തതെന്ന് ചോദിച്ചു. അപ്പൊ ഇതാ മൂത്തതെന്നും പറഞ്ഞു. കുട്ടി എന്റെ നേരെയാ തിരിഞ്ഞു നിൽക്കുന്നത്. അപ്പോഴേക്കും ദാസൻ കുഞ്ഞ് മറ്റേ ആളെ പിടിച്ചുകൊണ്ട് വന്നു. ആമ്പിള്ളേ അവന്റെ മുഖത്തേക്ക് നോക്കിയപ്പോ ബേബി പറഞ്ഞു, അയ്യോ തിരുമേനി തെറ്റിപ്പോയല്ല, അതാ മൂത്തതെന്ന് പറഞ്ഞു. ഞാൻ അന്ന് അവിടെ പ്രസംഗിക്കുകയും ചെയ്തു. അർത്ഥം അപ്പന്റെ ഛായ മക്കൾക്കുണ്ടാകും. പെറ്റ തള്ളയ്ക്ക് തിരിച്ചറിയാൻ പറ്റാത്ത പോലുള്ള ഛായ. യേശുക്രിസ്തു ലൂക്കോസ് 2:42-43 അവൻ പതിവായി പെരുന്നാളിൽ പോയി. അപ്പൻ പെരുന്നാളിന് പോയതുകൊണ്ട് അപ്പന്റെ ഛായ മക്കൾക്കുണ്ടാകും. അപ്പൻ ലാസറിന്റെ കല്ലറയ്ക്ക് നിന്ന് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചത് കൊണ്ട് അപ്പനായക്കാരൻ അപ്പൻ എന്തെല്ലാം ചെയ്ത് പഠിപ്പിച്ചോ അതുപോലെ അപ്പന്റെയും അമ്മയുടെയും ബന്ധുക്കളുടെയും കബറിൽ പോയി നിന്ന് പ്രാർത്ഥിച്ച് കണ്ണുനീരൊഴുക്കും. ഞാൻ വളരെ ചീത്ത പറഞ്ഞു. അത് ചെയ്യാത്തവൻ വേറൊരു രീതി. എത്ര ബുദ്ധിമാനായാലും ശരി, ഏത് വലിയ സുവിശേഷകനായാലും ശരി, മനസ്സ് മാറിയാൽ മതി എന്നുള്ളതാണ് ഏറ്റവും കൂടുതലത്തെ സുവിശേഷം. സഭ മാറണ്ട, വലിയ പറ്റിപ്പാണ്. വാത്സല്യ മക്കളെ നമ്മുടെ കർത്താവ് ചെയ്ത് പഠിപ്പിച്ചു, അത് നാം ചെയ്യുകയാണ്. കൂടുതൽ കാര്യങ്ങൾ നാളെ പറയാം. ഈ അപ്പന്റെ ഛായ മക്കൾക്കുണ്ടാകണമെന്ന് പറഞ്ഞിട്ട് ആളുകൾക്ക് ഒരു ഭരിതമായിട്ട് തോന്നിയേ. പക്ഷെ സൂക്ഷിച്ചോണം. ആ കളിക്കാട്ടത്തിൽ ദേശി 2 കുഞ്ഞുങ്ങളെ എഴുത്തിനിരുത്താൻ കൊണ്ടുവന്നു. കുഞ്ഞുങ്ങളെല്ലാവരും പ്രാർത്ഥിച്ച് ഉണ്ടായപ്പോ 8 വെച്ചു. അതിനെ കൊണ്ടുവന്നതോളം തുറന്ന് മുറിക്കകത്തേക്ക് കൊടുക്കുക. ഏതാമനെ നമ്മുടെ മൂപ്പത് ആദ്യം ഉണ്ടായതിനെ ആദ്യം എഴുതിക്കും. അതൊന്ന് മാറ്റിയാന്ന് പറഞ്ഞു. ആരാ മാറ്റി? ഒരു കൊച്ചിന്റെ ഇവിടെ ഇങ്ങനെ തപ്പ 2 കുഞ്ഞുങ്ങളുടെ ഇവിടെ ഒരു മർഗം കടിച്ചു കിടക്കും. അത് നോക്കി അറിയുന്നു. അപ്പന്റെ ഛായ മക്കൾക്കുണ്ടാകും. അതൊരിക്കാതെ ചെണ്ട മേളൊക്കെ ആയിട്ട് സ്വീകരിച്ച് മാതാവിനും കൂടെ ഈ സഭ യേശുക്രിസ്തുവിനെ കാണുന്നില്ലെങ്കിൽ ഞാനിതുപോലെ ഈ വേഷം കെട്ടിയിട്ട് കാര്യമില്ല. നിങ്ങൾ ദൈവരാജ്യത്തിൽ കടക്കുകയുമില്ല, കടക്കുന്നവനെ കിടക്കാൻ അനുവദിക്കുകയുമില്ലെന്ന് ഇവിടെ ഇരിക്കുന്നവരൊക്കെ ശ്രദ്ധിച്ചോ. നിങ്ങളിൽ കൂടെ നിങ്ങളുടെ ജ്യേഷ്ഠൻ, അനുജൻ, മക്കൾ ദൈവത്തെ കരുതുന്നവരായിരിക്കണം. കഴിഞ്ഞ ഞായറാഴ്ച മയാമിലായിരുന്നു എന്ന് തോന്നുന്നു.